ഹലോ എവരിവൺ, വെൽക്കം ടു ഗെറ്റ് മൈ വിൽ ഷോ പവർഡ് ബൈ ഫെയിൽ ഇൻഫെക്റ്റഡ് മീഡിയ. അങ്ങനെ ഒരു വീക്ക് ഡേ ആണ്. രാവിലെ നമ്മൾ എണീറ്റു. Q3 ഉണ്ടായിരുന്നു. Q3 ആയിട്ട് ഒന്ന് റാൻഡമായിട്ട് കൊച്ചിയിലൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ 7:30 ഇറങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ കടമക്കുടിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ. ഒരു 10 കിലോമീറ്ററൊക്കെ മാറി ഒരു 15 മിനിറ്റ് 10-20 മിനിറ്റ് ദൂരത്തിലാണ് കടമക്കുടി സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ മൊത്തത്തിലുള്ള നേച്ചറിനെ അപേക്ഷിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള കാമായിട്ടുള്ള അന്തരീക്ഷവും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് നമ്മളിവിടെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ക്ലബ് റിവേക്കേൻ്റെ പ്രോപ്പർട്ടിയിലാണ്. ക്ലബ് റിവേക്കേൻ്റെ മേ ബി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ക്ലബ് റിവേക്കേൻ്റെ കണ്ടിട്ടുണ്ടാവും. ഇവർ കയാക്കിങ്ങും റിവർ റാഫ്റ്റിങ്ങും അതുപോലെ ഹോം സ്റ്റേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ബ്രാൻഡാണ് ക്ലബ് റിവേക്ക് എന്ന് പറയുന്നത്. നമ്മളെ PV അൻവർ പറഞ്ഞ മാതിരി വെറുതെ വീക്കെൻഡ് ആകുമ്പോൾ തിന്ന് പൈസ കളഞ്ഞ് നടക്കാമെന്നല്ലാണ്ട് ഇതുപോലെ ക്ലബ് റിവേക്കയിലൊക്കെ വന്നിട്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഈ കയാക്കിംഗ് ഉണ്ട് ഇതിൽ. നമ്മളിങ്ങനെ കായലിൽ കൂടെ പോയിട്ട് ഇവിടെ നമ്മളെ കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടെ ഇങ്ങനെ കയറി ഈവനിങ് ആകുമ്പോൾ ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് വരുന്നൊരു പരിപാടിയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. അത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളും കൊടുക്കാം, നമ്മളെ റീലിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊണ്ട് കൊടുക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഭയങ്കര രസമുള്ള പരിപാടിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. Q3 നമ്മൾ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഒരു പ്രീമിയം വാഹനത്തിലേക്ക് ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായും 3 കാറുകളായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. BMW X1, മെഴ്സിഡീസിൻ്റെ GLA, അതുപോലെ ഓഡിൻ്റെ Q3. ഈ 3 വാഹനങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളിലും Q3 വളരെ മുന്നിലാണ്. ഈ 3 വാഹനങ്ങളിലും 3 കാര്യങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആൻഡ് ചില വാഹനം ചില നേരം തോന്നും നമുക്ക് ഒന്നിനും കൊള്ളത്തില്ല എന്നും തോന്നും. എന്തായാലും Q3യിലേക്ക് വരാം. ഈ സ്പെസിഫിക് വാഹനം എന്ന് പറയുന്നത് 2018 മോഡലാണ്. ആൻഡ് ഇത് 30 TDI എന്ന് പറയുന്ന മോഡലാണ്. ആക്ച്വലി നമുക്ക് Q3 പല എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുറേയധികം ഓപ്ഷൻസിൽ കുറേ കാലത്തോളം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 2017-18 പീരീഡിലാണ് അവസാനമായിട്ട് നമുക്ക് Q3 കിട്ടുന്നത്. ആൻഡ് Q3ക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. Q5നെ അപേക്ഷിച്ച് കുറേ കൂടെ മാർക്കറ്റും കുറേ കൂടെ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് Q3 എന്ന് പറയുന്നത്. ആൻഡ് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു വെൻഡോ അല്ലെങ്കിൽ ആ ഒരു DSG വെൻഡോ എന്നോ അല്ലെങ്കിൽ അമിയോ എന്നൊക്കെ ഒരു പോളോ എന്നൊക്കെ ഒരു അപ്ഗ്രേഡൊക്കെ നോക്കുവാണ്, നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണം എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് അപ്ഗ്രേഡാണ്. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് സർവീസ് കോസ്റ്റുകളുടെ കാര്യത്തിലായാലും നിങ്ങളുടെ യൂസിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് കിട്ടുന്ന ടെക് ആൻഡ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് കറക്റ്റ് ഒരു അപ്ഗ്രേഡ് ആയിട്ട് വരുന്നൊരു വാഹനമാണ് ആക്ച്വലി Q3 എന്ന് പറയുന്നത്. Q3യിലേക്ക് വരുന്ന സമയത്ത് ഓഡിയാണ്. അതുകൊണ്ട് തന്നെ സർവീസ് കോസ്റ്റ് മറ്റ് 2 ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഓഡിൻ്റെ സർവീസ് കോസ്റ്റുകളും കാര്യങ്ങളും കുറവാണ്. പിന്നെ 2 ലിറ്റർ TDI എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഈ സ്പെസിഫിക് വാഹനം എന്ന് പറയുന്നത് 30 TDI ആണ്. ആക്ച്വലി Q3ൻ്റെ ഒരു എല്ലാവരും ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാട്രോ ഓൾ വീൽ ഡ്രൈവ് ആണ്. ആക്ച്വലി ഇതിനകത്ത് ക്വാട്രോ വന്നിട്ടില്ല, ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ ഈ വാഹനം ഉപയോഗിക്കാൻ നല്ലതാണ്, ഓടിച്ച് കൊണ്ടുനടക്കാൻ നല്ലതാണ്, നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളും നൽകുന്നുണ്ട്. ആൻഡ് ഇനി ഇതിൻ്റെ കമ്പാരിസൺ ഞാൻ ഇതിൻ്റെ ഒപ്പമുള്ള ബ്രാൻഡുകളെ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ GLA ആൻഡ് X1. ഇതിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലീസ് മാർക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് X1 ആണ് ആക്ച്വലി. കാരണം BMWൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറും കുറച്ച് ലോഗോയും ഇതും ഉണ്ട് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ആ ഒരു BMWയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഏറ്റവും ലീസ്റ്റായിട്ട് കാണപ്പെടുന്ന ഒരു വാഹനമാണ് ആക്ച്വലി X1 എന്ന് പറയുന്നത്. കാരണം ആ വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വന്നിരിക്കുന്നത്. കാരണം BMWയിൽ നമുക്ക് ഒന്നെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് കിട്ടണം, അല്ല അതിൻ്റെ റിയർ വീൽ ഡ്രൈവ് കിട്ടണം. അതിലാണ് ആ ഫണ്ണും കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ X1 പിന്നെ ഒരു ട്രൂ BMW ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് ഏറ്റവും വിട്ട് നിൽക്കുന്നൊരു വാഹനമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ 2017-18 അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ നമ്മളെ X1 ആണ് ഇതിൻ്റെ കമ്പാരിസൺ ഇതിന് ഒപ്പമായിട്ട് വരിക. ആ X1നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഡ്രൈവിംഗ് എർഗണോമിക്സ് ആൻഡ് സൈസ് ആണെങ്കിലും അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ്ങും കുറച്ചൊരു നമുക്കൊരു സുഖം കിട്ടത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു BMWയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കിട്ടാറില്ല. ആൻഡ് പിന്നെ അതിനകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കുറച്ച് നല്ലതാണ്. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ജനറേഷൻ ഈ 2017-18 ഈ വരുന്ന ആ ഒരു പീരീഡിൽ വരുന്ന വാഹനം എന്ന് പറയുന്നത് അതിനകത്ത് കുറേ കൂടെ ലെഗ് സ്പേസും റിയറിൽ കുറേ കൂടെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കംഫർട്ടിൻ്റെ കാര്യത്തിലൊന്നും ഈ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഈ 2 വാഹനം Q3 ആൻഡ് GLAനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിലും താഴെയായിട്ട് ഏറ്റവും ലീസ് പോയിൻറ്റ് കൊടുക്കാനാണ് എനിക്ക് സാധാരണ തോന്നാറുള്ളത്. ഇനി Q3യിലേക്ക് ഈ സെയിം കേസിൽ Q3യിലേക്ക് വരുന്ന സമയത്ത് Q3യിൽ ആക്ച്വലി നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ക്വാട്രോ ആണ്.
എന്നാൽ ക്വാട്രോനേക്കാൾ ഉപരി ഇതിൽ വന്നിരിക്കുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ്, ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. പക്ഷേ ഇത് എന്നാലും ഇതിൻ്റെ ഒരു 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 ബേസിക് ഓഡി ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ ആ ടി ഡി ഐ എഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളെല്ലാം ഈ വാഹനം ആക്ച്വലി കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്നുണ്ട്, ഓടിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ, അത് ഭയങ്കര രസമുള്ളൊരു ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പോവുകയും ചെയ്യും. എന്നാൽ ലോ സ്പീഡ്സിൽ കറക്റ്റ് ഗിയേഴ്സൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഒരു 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 പോയിന്റിൽ പോലും ഒരു കൺഫ്യൂഷൻ അടിക്കാത്ത നല്ലൊരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ എഞ്ചിനാണെങ്കിലും അത് എഞ്ചിൻ ലോങ് ഡ്രൈവ്സ് പോകുന്ന സമയത്ത് നല്ല ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് നൽകും. അതുപോലെ ലോങ് ഡ്രൈവ്സിൽ അല്ലെങ്കിൽ ലോങ് ഡ്രൈവ്സ് പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. നമുക്ക് ആ വാഹനം കൊടുത്ത് വേറൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കാനൊന്നും തോന്നത്തില്ല. നല്ല എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചു പോകാവുന്ന അങ്ങനത്തെ കുറേ ഓടി ക്യാരക്ടേഴ്സ് ഉണ്ട്, ഓടിൻ്റെതായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് സ്പേസ് കാര്യങ്ങളല്ലാണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള കുറേ യൂട്ടിലിറ്റി കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ റിയർ സീറ്റ് കമ്പയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സീറ്റിൽ ആവശ്യത്തിന് റിയർ റോയിൽ സ്പേസ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ സെക്കൻഡ് നടുവിലായിട്ട് സീറ്റിൻ്റെ നടുവിലായിട്ട് കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കപ്പ് ഹോൾഡർ കൂടാതെ നമുക്ക് അവിടെ ഒരു ക്യാബിൻ വന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു ഡോർ പോലെ വന്നിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ നമ്മളെ ബൂട്ട് സ്പേസിലേക്ക് നമുക്ക് ബൂട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ റിയർ എ സി വെൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഡ്യൂവൽ സ്റ്റോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. അങ്ങനെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് 4 ആൾ വരുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ആൻഡ് ആളുകൾ പെട്ടെന്നൊരു ബാക്ക് ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔഡി അല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഔഡി ആകുകൊണ്ട് നിങ്ങൾക്ക് കുറേ മെച്ചങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ സർവീസ് കോസ്റ്റസ് കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോക്സ് വാഗനൊക്കെ ഉപയോഗിച്ച് ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അപ്ഗ്രേഡ്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ആൻഡ് ഇനി GLAയിലേക്ക് വരുന്ന സമയത്ത് GLA ആക്ച്വലി GLAയിൽ ഈ പറയുന്ന ഫൊമാറ്റിക് വന്നിട്ടുണ്ട്. ആൻഡ് GLA ഈ കൂട്ടത്തിൽ 3 വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റാർ വാല്യൂ കൂടുതലുള്ളത് സത്യം പറഞ്ഞാൽ GLAക്കാണ്. പക്ഷേ ഈ 3 വാഹനങ്ങളിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സർവീസ് കോസ്റ്റും കാര്യങ്ങളും വരുന്നത് GLAക്കാണ് എന്നെനിക്ക് തോന്നുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കറക്റ്റ് അറിയാവുന്നുണ്ട്, ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക, ഇതിനകത്ത് കമൻറ്റ് കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെ പല പോയിൻറ്റ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത്, പല ഓവറോൾ നോക്കുന്ന സമയത്ത് Q3ക്ക് കുറച്ചുകൂടി ഒരു 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 Q3 സംതിങ് ഡിഫറെൻറ്റ്. ആൻഡ് Q3 കുറേ കൂടെ നമുക്ക് അഫോർഡബിൾ ആവുന്ന, കുറേ കൂടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് നിങ്ങളുടെ യൂട്ടിലിറ്റി നോക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ ഡിക്കി സ്പേസ് ആണെങ്കിൽ തന്നെ, റിയൽ ബൂട്ട് സ്പേസ് ആണെങ്കിൽ തന്നെ നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും. ഞാനിപ്പോൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷൂ ഇടുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ പുറകെ കയറി ഇരുന്നിട്ട് സുഖമായിട്ടിരുന്ന് ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാനുള്ളിൽ കയറുന്ന എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ച് സുഖമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ള മറ്റു കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഇൻറ്റീരിയർ കളർ ഓപ്ഷൻസിൽ ഈ വാഹനം അവൈലബിൾ ആയിരുന്നു. എന്തായാലും ഈ സ്പെസിഫിക് വാഹനം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഇലക്ട്രോണിക് ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. കൂടാതെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അഡീഷണലായിട്ട് ഇതിൻ്റെ അകത്തൊരു നിങ്ങൾക്കൊരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. ആൻഡ് ഇതിന് മ്യൂസിക് സ്റ്റോ കാര്യങ്ങളെല്ലാം റീസണബിളി ഡീസൻ്റ് ആണ്. പോരാത്തതിന് നിങ്ങൾക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഈ ഒരു വാഹനം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. സോ ഇനി Q3 എന്ന് പറയുന്ന സമയത്ത് Q3യുടെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ വിചാരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കളർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. Q3യുടെ ആക്ച്വലി ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ ഒരു കളറിലാണ് Q3 എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കളർ സത്യം പറഞ്ഞാൽ ഈ ഒരു കളറാണ്. ആൻഡ് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൽ ഈ 30 TDIയിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാട്രോ വരുന്ന 35 TDI ആണ് ആക്ച്വലി ക്വാട്രോ വരുന്ന വാഹനത്തിൽ ഞാൻ പാനോറമിക് സൺറൂഫ് കണ്ടിട്ടില്ല. എന്നാൽ 30 TDIയിൽ ആക്ച്വലി ഇവർ പാനോറമിക് സൺറൂഫ് നൽകിയിട്ടുണ്ട്. ഈ പാനോറമിക് സൺറൂഫും ആക്ച്വലി നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺറൂഫ് വരുന്ന സമയത്ത് പലപ്പോഴും ഒരു ഡ്രൈവേഴ്സ് കാറിൽ ഒരു സൺറൂഫിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. അത് നമുക്ക് ഡ്രൈവിങ്ങിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് പ്ലഷറോ കാര്യങ്ങളോ നൽകുന്നില്ല. എന്നാൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത്, പാസഞ്ചേഴ്സായിട്ട് പോകുന്ന സമയത്ത്, ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഈ പാനോറമിക് സൺറൂഫ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വിഷ്വൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. കുറച്ച് ഒരു കണ്ണിന് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ വാഹനത്തിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും നൽകുന്ന ആ ഒരു എയറി ഫീലും കാര്യങ്ങളും നൽകുന്ന ഒരു സാധനമാണ് ആക്ച്വലി സൺറൂഫ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്നത്തെ മാർക്കറ്റിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള, എല്ലാവരും നിർബന്ധമായും നോക്കുന്ന ഒരു ഫീച്ചറുമാണ് സൺറൂഫ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് Q3നെ പറ്റി നമുക്ക് ഒരു ക്വിക്കായിട്ട് പറയാനുള്ളത്. സോ ഈ വാഹനം ഇപ്പോൾ ഉള്ളത് ലെക്സ്മോട്ടോയിലാണ്. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഡീൽസിനായിട്ട്. അണ്ടർ 30 lakh ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് വാഹനമാണ്. ആൻഡ് വാഹനം നല്ല മിൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വിളിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഈ സൺറൂഫിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. സൺറൂഫ് ആക്ച്വലി നമുക്ക് ഡ്രൈവിങ്ങിലേക്ക് ഷിയർ പ്ലഷറോ കാര്യങ്ങളോ മറ്റ് പ്ലഷറോ കാര്യങ്ങളോ നൽകുന്നില്ലെങ്കിൽ കൂടി നമ്മളൊരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു സൺറൂഫ് കൊണ്ട് കിട്ടുന്ന ഒരു രസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല നല്ല കാഴ്ചകളിലൂടെ പോകുന്ന സമയത്ത് ഇത് നൽകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു ഫീലാണ്. ഞാൻ വലിയൊരു സൺറൂഫ് ഫാനൊന്നുമല്ല, പക്ഷേ ഈ വാഹനം യൂസ് ചെയ്ത സമയത്ത് എനിക്കിതിൻ്റെ സൺറൂഫ് പാനോറമിക് സൺറൂഫ് സത്യം പറഞ്ഞാൽ നല്ല രസമായിട്ട് തോന്നി. കാരണം ആക്ച്വലി പൊതുവേ നമുക്കൊരു Q3ൻ്റെ ഉള്ളിൽ അത്ര സ്പേസ് ഇല്ലാത്തൊരു ഫീല് വരാറുണ്ട്. പക്ഷെ എന്നാൽ ഈ ഒരു വണ്ടിയിലേക്ക് വന്ന സമയത്ത് ഈ ഒരു സൺറൂഫൊക്കെ വരുന്ന സമയത്ത് അത് അതിൻ്റെ ബ്ലൈൻഡ് ഓപ്പൺ ആക്കി ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു സ്പേസ് ഫീൽ കിട്ടും, ഒരു എയറി ഫീൽ കിട്ടും. അതിനാണ് ബേസിക്കലി എല്ലാ വാഹനങ്ങളും ഇപ്പോൾ സൺറൂഫും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇന്നാണെങ്കിൽ മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ എല്ലാവരും അത്യാവശ്യം ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറുമാണ് ഈ പറയുന്ന സൺറൂഫ് എന്ന് പറയുന്നത്. ആൻഡ് കടമക്കുളിയും കൊള്ളാട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് കണ്ടതെന്ന് വെച്ചാൽ താറാവിൻ്റെ കൂട്ടത്തെയാണ്. പിന്നെ ഇങ്ങനെ മറ്റേ കുളക്കോഴി, അതിൻ്റെ വേറൊന്നും എനിക്കറിയത്തില്ല, കുളക്കോഴി, പിന്നെ ഞണ്ട് പിടിക്കാൻ പോകുന്ന കുറേ മനുഷ്യന്മാർ, അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. കൊച്ചിയിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ കുറേ ഫാൻസി ഫുഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ പൈസ മൊത്തം കളഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കാണ്ട് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഈ കയാക്കിങ്ങോ കാര്യങ്ങളോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സന്തോഷം കിട്ടും. നിങ്ങൾ കാണാത്ത കുറേ കാഴ്ചകളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൻ്റെ മൂഡേ മാറും. സോ അങ്ങനത്തെ എക്സ്പീരിയൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണം. ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അപ്പു ജോസഫ് സൈനിങ് ഔട്ട് ഫ്രം ഗെറ്റ് മൈ വീൽ ഷോ പവർഡ് ബൈ ഫെയിൽ ഇൻഫെക്റ്റഡ് മീഡിയ.